റിപ്പോർട്ടർ ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ തുണി കൊണ്ട് മറച്ച് ചികിത്സ നടത്തിയതിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. അടിയന്തര അന്വേഷണത്തിനും ഡെപ്യൂട്ടി DME റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ സമഗ്ര റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1 മാസം മുമ്പുണ്ടായ തീപിടുത്തത്തിന് ശേഷം തുണികൊണ്ട് മറച്ച താൽക്കാലിക സംവിധാനത്തിലാണ് ICU വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത്. രോഗികളുടെ ദുരവസ്ഥ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ നടപടി. സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡെപ്യൂട്ടി DME റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. സമഗ്രമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം നൽകണം. PWD ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നിയോഗിച്ച PWD ഇലക്ട്രിക്കൽ വിഭാഗം സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധിക്കണം. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ആശുപത്രി സൂപ്രണ്ടും പരിഹാര നടപടികൾ സ്വീകരിച്ച 2 ആഴ്ചയ്ക്കകം പ്രത്യേക റിപ്പോർട്ടുകൾ നൽകണം. DME പ്രതിനിധീകരിച്ച ഡെപ്യൂട്ടി DMEയും PWD ചീഫ് എഞ്ചിനീയറെ പ്രതിനിധീകരിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സർക്കാരിനെയും ആശുപത്രി സൂപ്രണ്ടിനെയും പ്രതിനിധീകരിക്കുന്ന 2 മുതിർന്ന ഉദ്യോഗസ്ഥരും മെയ് 8-ന് നേരിട്ട് ഹാജരാകണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ആരോഗ്യ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ രോഗികളുടെ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ MG പ്രതീഷ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.